അത്യാധുനിക സാങ്കേതിക വിദ്യ കേസന്വേഷണത്തിൽ എങ്ങനെയൊക്കെ സംയോജിപ്പിക്കുന്നു, അതിന്റെ ഫലം അതെങ്ങനെ പോലീസ് ഉപയോഗപ്പെടുത്തുന്നു എന്നതുകൂടി ഉദാഹരിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. കോഴിക്കോട് എടച്ചേരി ജമീല വധക്കേസിൽ നീണ്ട 25 വർഷത്തിനു ശേഷം ഭർത്താവ് ഹമീദിനെ പിടികൂടാൻ പോലീസിനെ സഹായിച്ചത് AI ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യയാണ്. വർഷങ്ങൾക്ക് മുമ്പുള്ള ഹമീദിന്റെ ഫോട്ടോ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിലവിലെ രൂപത്തിലേക്ക് മാറ്റുകയായിരുന്നു. രൂപമാറ്റം വരുത്തിയ ഫോട്ടോ വെച്ച് പോലീസ് ആളെ തേടിയപ്പോൾ കാസർഗോഡ് മീൻ വിൽക്കുന്നതിനിടെ ആളെ പൊക്കാനായി. ഏതാണ്ട് 25 വർഷത്തിന് ശേഷം, അതായത് 37-ാം വയസ്സിൽ നടത്തിയ കൃത്യത്തിൽ 62-ാം വയസ്സിലാണ് പ്രതി പിടിയിലായത്. 37-ാം വയസ്സിലെ ഫോട്ടോ 62-കാരനാക്കിയപ്പോഴാണ് പ്രതി കുടുങ്ങിയത്. സ്വന്തം ഭാര്യയെ കൊന്ന് നീണ്ട 25 വർഷത്തെ ഒളിവുകാലം, അതും കേരളത്തിൽ തന്നെ. ഒളിവുകാലം എന്നേക്കുമല്ല, അതും അത്യാധുനിക സാങ്കേതിക വിദ്യ അതിന്റെ പരമാവധി വേഗത്തിൽ കുതിച്ചുപോകുന്ന കാലത്ത് ഏതറ്റത്ത് പോയി രക്ഷപ്പെട്ടെന്ന് കരുതിയിരുന്നാലും രക്ഷയില്ല. നീണ്ട 25 വർഷമായി കോഴിക്കോട് നിന്ന് രക്ഷപ്പെട്ട് കാസർഗോഡ് തെല്ല് കൂസലില്ലാതെ പുതിയ മേൽവിലാസത്തിൽ സുഖിച്ച് ജീവിച്ചിരുന്ന ജമീല കൊലക്കേസിലെ പ്രതി ഹമീദ്. പ്രതി പിടിയിലാകുമ്പോൾ അത്യാധുനിക സാങ്കേതിക വിദ്യ കുറ്റാന്വേഷണ ലോകത്ത് എത്ര മനോഹരമായി സന്നിവേശിപ്പിച്ചുവെന്നതിന്റെ തെളിവ് കൂടിയാണ്. വഴിവിട്ട ബന്ധം കണ്ടുപിടിച്ചതിനും അത് ചോദ്യം ചെയ്തതിനുമാണ് ഹമീദ് ഭാര്യ ജമീലയെ കഴുത്തുഞെരിച്ച് കൊന്നത്. 2001 സെപ്റ്റംബറിൽ. തുടക്കത്തിൽ പ്രിയതമയുടെ വിയോഗത്തിൽ നൊന്തുകരയുന്ന വൻ നാടകമാണ് അയാൾ നടത്തിയത്. പിന്നീട് മരണമുറപ്പിക്കാൻ ഡോക്ടർ എത്തിയതോടെയാണ് കൊലപാതക സാധ്യത പറയുന്നത്. ഇതറിഞ്ഞ് പോലീസ് എത്തും മുൻപ് ഹമീദ് സ്ഥലം വിട്ടിരുന്നു. തുടക്കത്തിൽ ആളെ തേടി കാര്യക്ഷമമായ അന്വേഷണം നടത്തി. പതിയെ അതൊരു ഉറപ്പായി. ഇത് പ്രതിക്ക് തുണയായി. അന്ന് പോലീസിന്റെ കൈവശം ഉണ്ടായിരുന്നത് പ്രതി ഹമീദിന്റെ ഒരു ഫോട്ടോ മാത്രമായിരുന്നു. വർഷം കഴിയുന്തോറും ആ ഫോട്ടോയിൽ നിന്ന് യഥാർത്ഥ ഹമീദ് പാടെ മാറിയിരുന്നു. ഇതോടെ ഹമീദിന്റെ ആത്മവിശ്വാസം കൂടി. ഒരിക്കലും പിടിയിലാകില്ലെന്ന് ഉറപ്പിച്ചു. പക്ഷേ അമ്മയെ കൊന്ന അച്ഛന് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ മക്കൾ പോരാടുകയായിരുന്നു. പല ഉന്നത ഉദ്യോഗസ്ഥരെയും സമീപിച്ചതോടെയാണ് കേസന്വേഷണത്തിന് വീണ്ടും ജീവൻ വെച്ചത്. അതാണ് അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിലേക്ക് എത്തിക്കുന്നത്. 2026 62 വയസ്സുള്ള ഹമീദിന്റെ 25 വർഷം മുമ്പുള്ള, അതായത് 37-ാം വയസ്സിലുള്ള ഫോട്ടോ ആയിരുന്നു പോലീസിന്റെ കൈവശമുണ്ടായിരുന്നത്. ആ ഫോട്ടോ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 62-കാരനായ ഹമീദ് എങ്ങനെയുണ്ടാകുമെന്ന് നോക്കി. ഏതാണ്ട് 90% കൃത്യതയോടെയാണ് ഫലം വന്നത്. ആ ഫോട്ടോ എല്ലാ സ്റ്റേഷനുകളിലും അയച്ചുകൊടുത്തു. അപ്പോഴാണ് കാസർഗോഡ് പരിധിയിൽ നിന്ന് ഇതേ മുഖസാദൃശ്യമുള്ളയാൾ മീൻ കച്ചവടം നടത്തുന്നുവെന്ന വിവരം ലഭിച്ചത്. അയാളുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചതോടെ നിശ്ചിത വർഷത്തിനു ശേഷമുള്ള വിവരം മാത്രമേ നാട്ടുകാർക്ക് അറിയുകയുള്ളൂവെന്ന് പോലീസ് മനസ്സിലാക്കി. പിന്നീട് നടത്തിയ ബുദ്ധിപരമായ നീക്കത്തിലൂടെയാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. പ്രതി ഹമീദ് കുറ്റം സമ്മതിച്ചു. ഇയാളെ റിമാൻഡ് ചെയ്തു. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.